ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് തുടച്ചെടുത്തതിന് ശേഷം വെള്ളമൊന്നുമില്ലാതെ ആറിയ ഒരു ഭരണിയിലേക്ക് മാങ്ങയും കല്ലുപ്പും കൂടെ ഇട്ട് വെച്ചതാണിത്. കല്ലുപ്പും മാങ്ങയും ഇട്ട് വെച്ച് രണ്ടാഴ്ച കഴിഞ്ഞ് ഇതാ തുറന്നു നോക്കി. നല്ല മാങ്ങ ഇതുപോലെ ഒട്ടിയിട്ടുണ്ടാവും. നല്ല ഉറപ്പുമായിരിക്കും. മാങ്ങ ചീഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല. മാങ്ങ ഇതുപോലെ നല്ലൊരു കട്ടിയിലാണ് ഉണ്ടാവുക. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. കല്ലുപ്പ് മാത്രം ഇട്ടിട്ട് അടച്ചു വെക്കണം. ഇനി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഒരു ബൗളിലേക്ക് എടുത്തു വെക്കാം. ഇനി അച്ചാറുണ്ടാക്കാൻ, ഈ കടുമാങ്ങ അച്ചാറാണ് ഇന്നുണ്ടാക്കുന്നത്. കടുമാങ്ങ അച്ചാറുണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 3/4 കപ്പ് പിരിയം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടിയല്ല, പിരിയം മുളക് പൊടിയാണ്. അത് മിക്സി ജാറിലേക്ക് ഇട്ട് എടുത്ത് വെച്ചാൽ ഉപ്പ് വാങ്ങേന്ന് ഊറ്റി വെച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അരച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കൊഴുപ്പോടെ അരച്ചെടുക്കാൻ പറ്റും. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇത് കടുക് പരിപ്പാണ്. കടുക് പരിപ്പ് 3/4 കപ്പ് കടുക് പരിപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകാണ് വീട്ടിൽ നിന്ന് തന്നെ കടുക് പരിപ്പാക്കുന്നതാണെങ്കിൽ കുറച്ച് കടുക് മിക്സി ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് എള്ളെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അച്ചാറിലേക്ക് ഒഴിക്കാൻ എള്ളെണ്ണ ഒന്ന് ചൂടാക്കി വെക്കണം. ഇത് നല്ല പോലെ ചൂടാകുമ്പോൾ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. ഇനി മാങ്ങ ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി എള്ളെണ്ണ തണുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ച് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി. കുറച്ച് എള്ളെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വിനാഗിരി ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി ആറിയ ഒരു വെള്ളമൊന്നുമില്ലാത്ത ഉണങ്ങിയ ഒരു ഭരണി എടുത്ത് അതിലേക്ക് ആക്കിയ എള്ളെണ്ണയിൽ തണുത്ത ശേഷം കുറച്ചൊഴിച്ച് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ചുറ്റിച്ചെടുക്കണം. ഭരണീൻ്റെ ഉള്ളിൽ മുഴുവൻ എള്ളെണ്ണ ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് അച്ചാർ കോരി ഒഴിക്കാം. അച്ചാർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്ത് കൊടുക്കണം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അമർത്ത് കൊടുക്കണം. അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ അച്ചാറിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല കേടാകാതിരിക്കാൻ. ഇതുപോലെ ചെയ്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ തന്നെ വർഷങ്ങളോളം ഈ അച്ചാർ കേടാകൊന്നുമില്ല. അച്ചാറുണ്ടാക്കുന്ന പാത്രങ്ങളെല്ലാം ഒന്നും വെള്ളമില്ലാതെ ഉണങ്ങിയ പാത്രമായിരിക്കണം. വെള്ളത്തിൻ്റെ നനവൊന്നും ഇല്ലാതെ പാത്രങ്ങൾ എടുക്കണം അച്ചാറുണ്ടാക്കുന്ന സമയത്ത്. അച്ചാറിൻ്റെ ഭരണിയിൽ 3/4 ഭാഗം മാത്രം നിറച്ചു കൊടുത്താൽ മതി. അധികം നിറച്ചു കൊടുക്കണ്ട. 3/4 ഭാഗം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഉണങ്ങിയ നല്ല തുണിയോ ടിഷ്യോ എടുത്ത് അതിൻ്റെ വക്കിലുള്ള ഇതെല്ലാം തുടച്ചെടുക്കണം. അതിന് ശേഷം അതിൻ്റെ വക്കിലെല്ലാം കുറച്ച് എള്ളെണ്ണ തടവി കൊടുത്ത് ബാക്കി എള്ളെണ്ണ ഇതിൽ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ, മുകളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ തന്നെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ അച്ചാർ കേടാകാതിരിക്കും. ഇനി ഇതിങ്ങനെ അടച്ചു വെച്ചാൽ ഇത് കേടാകൊന്നുമില്ല. നമ്മൾ ഈ അച്ചാർ എടുക്കുന്ന സമയത്ത് അച്ചാർ കുറച്ച് എടുത്തതിന് ശേഷം ഇതേപോലെ തന്നെ അടച്ചു വെക്കണം. ഇതേപോലെ എണ്ണ മുകളിൽ ഒരേപോലെ മുങ്ങിക്കിടക്കുന്ന വിധത്തിലാക്കി തന്നെ അടച്ചു വെക്കണം. അച്ചാർ കേടാകാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. മൂടിയിലേക്കും കുറച്ച് എള്ളെണ്ണ തടവി കൊടുത്ത് അടച്ചു വെക്കാം. ഇത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതേപോലെ അടച്ചു വെച്ചാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്.